ഹലോ ഫ്രണ്ട്സ്, 3 സ്റ്റാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൊയ്ന കൾച്ചർ. അതായത് ഞങ്ങൾക്ക് കുറച്ച് ഗപ്പി മീനുകളുണ്ട്, അതിന് കൊടുക്കുന്നതായ ലൈഫ് ഫുഡാണ്. അത് ഈ വെള്ളത്തിൽ സൂക്ഷ്മ ജീവികളാണ്. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. അതിനെക്കുറിച്ച് അതിൻ്റെ അൺബോക്സ് വീഡിയോയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിനായിട്ട് നമുക്കിപ്പോൾ അത് ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങൾ വാങ്ങിച്ചത്, ഇത് ഈ മൊയ്ന കൾച്ചർ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലത്ത് ആണ്. അവരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങളിത് കൊറിയർ വഴി, ST കൊറിയർ വഴിയാണ് ഇത് ഞങ്ങളിത് കളക്ട് ചെയ്തത്. അതിൻ്റെ ഇൻബോക്സ് വീഡിയോ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇത് നമ്മളിത് അതിൻ്റെ വീഡിയോ ആണിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിന് 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് 50 രൂപ ഇതിൻ്റെ കൊറിയർ സർവീസ് ചാർജ്. ഇങ്ങനെ 150 രൂപയാണ് ഞങ്ങൾ കൊടുത്തത്. ഇപ്പം നമ്മളിവിടെ തുറന്നു. ഇതിനകത്ത് നമുക്ക് സാധനം പുറത്തെടുക്കാം. ഇതൊക്കെ അത് കളയാതിരിക്കാൻ, ഇത് ഷേക്കാവാതിരിക്കാൻ ഇത് ഈ പേപ്പറൊക്കെ വെച്ച് നല്ല സേഫ്റ്റി ആയിട്ടാണ് അവർ നമുക്കിത് അയച്ച് കൊറിയർ വഴി, ST കൊറിയർ വഴിയാണ് കഴിച്ചതെന്ന് കളക്ട് ചെയ്യുന്നത്. ഇതിന് നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഇതാകുന്നു ഇത് മൊയ്ന കൾച്ചർ എന്ന് പറയുന്ന സാധനം. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണുവാനായിട്ട് കഴിയുള്ളൂ. ഇത് ചെറിയ മീനുകൾക്കും ഗപ്പി മീനുകൾക്കും ഇത് പ്രയോജനപ്പെടുന്നതാണ്. അവരുടെ ഫുഡാണ്. അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാനും വളർച്ചയൊക്കെ നല്ലതായിട്ട് ഉണ്ടാകാനും ഒക്കെ സാധിക്കുന്നു. അവർക്ക് പ്രതിരോധശക്തി ഉണ്ടാകാനൊക്കെ നല്ലതാണ്. ഇത് നമുക്ക് ഒരു തുറന്ന് ഒരു ബേസിനകത്തോട്ട് നോക്കാവുന്നതാണ്. ഇതാണ് മൊയ്ന കൾച്ചർ എന്ന് പറയുന്നത്. മൊയ്ന ഇത് നമുക്ക് ഇതെങ്ങനെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊരു ബേസൺ, നല്ല വലിയൊരു ഫ്രിഡ്ജ് ബോക്സിലോ ബേസണിലോ ഇത് ഒഴിച്ച് നമുക്ക് വെള്ളത്തിനകത്താക്കിയിട്ട് ഇതിന് ആഹാരം കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നതായ ഈസ്റ്റ്, അപ്പത്തിനൊക്കെ ഈസ്റ്റ് ചേർക്കാൻ
ഈസ്റ്റ് ചേർക്കും നമ്മൾ. അത് ശകലം ഇട്ട് വെള്ളത്തിലിട്ട് കലക്കി അപ്പോൾ അത് കഞ്ഞിവെള്ള പരുവാകും. നമുക്കറിയാവുന്നതാണ് എല്ലാവർക്കും. അത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുക. അതിനെക്കുറിച്ച് ഈസ്റ്റിനെ കുറിച്ചൊക്കെ അറിയാവുന്ന അപ്പമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അതറിയാം. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി അറിയാവുന്നവർക്കും എല്ലാവർക്കും കൂടെയാണിത് ഇങ്ങനെ ഈ കാര്യം ആർക്കും അറിയത്തില്ല. അതറിയാത്തവർക്ക് വേണ്ടി ഇത് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ ഒരു ബേസിനകത്തോട്ട് ആക്കാം. വെള്ളം ഒഴിച്ച് ബേസിനകത്തോട്ട് കണ്ടീഷനാക്കിയിട്ട് അതിനകത്തോട്ട് ഇതിനെ ഒഴിച്ച് കൊടുക്കാം. കൾച്ചർ ചെയ്യാം നമുക്ക്. ഇത് ഒഴിച്ച് ബൈസിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ അതിനെ അതിൻ്റെ മുകളിൽ ഒരു മൂടി ഒരു നെറ്റ് വെച്ച് കവർ ചെയ്യുക. അതിനത് ഈ വെള്ളത്തിൽ കൊതുക് ഒന്നൊന്നും മുട്ടയിടാതിരിക്കുവാനായിട്ട് ഈ നെറ്റ് അതിൻ്റെ മേളിൽ ആ ബേസിൻ്റെ മേളിൽ നമുക്ക് കവർ ചെയ്ത് ഇത് കൊതുകിന് നെറ്റാണ്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് അത് നമുക്ക് ഫ്രിഡ്ജ് ബോക്സിലാണെങ്കിലും അതിൻ്റെ മണ്ടയ്ക്ക് ഇതിട്ട് കഴിഞ്ഞാൽ അത് സേഫ്റ്റി ആയിട്ടിരുന്നോളും. ബേസിൻ്റെ മുകളിലായിട്ടും ഇതിടാം നമുക്ക്. ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് കവർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് അടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഞങ്ങളിൽ നിന്ന് കുറേ ട്രിക്സുകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് വരും. നിങ്ങളുടെ ചാനലിൽ വരികയും നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. വീഡിയോ അതിൻ്റെ പേര് ഓക്കെ. താങ്ക് യു എല്ലാവർക്കും.